നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായ ലണ്ടനിൽ ഒരിക്കലെങ്കിലും പോകാൻ ആഗ്രഹിക്കാത്തവർ ഉണ്ടാകുമോ? എന്നാൽ ഇനി ലണ്ടനിൽ പോകുന്നവർ ഒന്ന് സൂക്ഷിച്ചോളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ കുത്തുകിട്ടാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ 16-ലധികം പേരാണ് ഇവിടെ കുത്തേറ്റ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായത് എന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം ഒരു യുവാവ് കുത്തേറ്റ് മരിച്ചതിന് പിന്നാലെയാണ് ഈ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. NHS ഡിജിറ്റൽ ഡാറ്റ അനുസരിച്ച് ഏപ്രിൽ 2012 മുതൽ മാർച്ച് 2021 വരെ 9255 പേരെയാണ് കുത്തേറ്റതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരിൽ 53% പേരും 25 വയസ്സിൽ താഴെയുള്ളവരാണ് എന്നാണ് ലഭിക്കുന്ന സൂചന. 940 പേരാണ് 2020-21 ആശുപത്രിയിലായത്. ജൂൺ 2020 മുതൽ ജൂൺ 2021 വരെയുള്ള സമയത്ത് 10,362 കത്തിക്കുത്ത് കേസുകളാണ് ലണ്ടൻ പോലീസ് രജിസ്റ്റർ ചെയ്തത്. ഇംഗ്ലണ്ടിലും വെയിൽസിലുമായി ഹോം ഓഫീസിന്റെ ക്രൈം ഫിഗർ അനുസരിച്ച് 47,000 ഗുരുതരമായ കത്തിക്കുത്ത് കേസുകൾ ഈ വർഷം ജൂൺ വരെ റിപ്പോർട്ട് ചെയ്തു. ഈ കണക്കുകൾ ഞെട്ടിക്കുന്നതാണെന്ന് പോലീസ് വ്യക്തമാക്കി. കത്തിക്കുത്ത് ആക്രമണങ്ങൾ NHSനും ലണ്ടനും വലിയ തലവേദനയായി മാറിയിരിക്കുകയാണെന്ന് പോലീസ് വ്യക്തമാക്കി. കത്തിക്കുത്ത് ആക്രമണത്തിന്റെ ഗുരുതരാവസ്ഥയെക്കുറിച്ച് ചെറുപ്പക്കാരിൽ ബോധവൽക്കരണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച 20-കാരനായ അലി അബൂബക്കർ എന്ന യുവാവ് ലണ്ടനിൽ കുത്തേറ്റ് മരിച്ചിരുന്നു. ഒരു വൃദ്ധയായ സ്ത്രീയെ സഹായിക്കുന്നതിനിടയിലാണ് അലിക്ക് കുത്തേറ്റത്. ഏപ്രിലിൽ 5 അമ്മമാർ ചേർന്ന് കത്തിക്കുത്തിനെതിരെ ബോധവൽക്കരണം നടത്തിയിരുന്നു. ലണ്ടൻകാരോട് കത്തിക്കുത്തിനെതിരെ ശബ്ദമുയർത്താനും ഇവർ ആവശ്യപ്പെട്ടിരുന്നു. ലണ്ടനിൽ നടക്കുന്ന 5-ൽ 2 കത്തിക്കുത്തുകളിലും ഉൾപ്പെടുന്നത് യുവാക്കളാണെന്നതാണ് മറ്റൊരു പ്രധാന വസ്തുത. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.